dear student, welcome back to EduValley 2.0. അപ്പോൾ ഈ ഒരു വീഡിയോ എന്ന് പറയുന്നത് നമുക്കിനി +2 അക്കൗണ്ടൻസി നല്ല രീതിയിൽ പഠിക്കേണ്ടതായിട്ടുണ്ട്. നമ്മുടെ മോഡൽ എക്സാം വന്നിട്ടുണ്ട്, ഫൈനൽ എക്സാം അടുത്ത് തുടങ്ങി. അതുകൊണ്ട് തന്നെ നമ്മൾ +2 അക്കൗണ്ടൻസി എങ്ങനെ പഠിക്കണം, ഏതാണ് നിങ്ങൾ ആദ്യം പഠിക്കേണ്ടത്, ഇനിയുള്ള ദിവസങ്ങളിൽ ഇനിയുള്ള സമയങ്ങളിൽ നമ്മൾ അക്കൗണ്ടൻസി പഠിക്കുമ്പോൾ വാരി വലിച്ച് അനാവശ്യമായ കാര്യങ്ങൾക്ക് കളയാതെ മാക്സിമം നല്ല ഇമ്പോർട്ടൻ്റ് ആയ കാര്യങ്ങൾ വേഗം നിങ്ങൾ പഠിച്ചെടുക്കണം. അതിന് വേണ്ടിയിട്ടാണ് ഈ ഒരു വീഡിയോ മിസ് ചെയ്യുന്നത്. ഈ ഒരു വീഡിയോയിൽ ഏറ്റവും ആദ്യം നിങ്ങൾ ഏതാണ് പഠിക്കേണ്ടത്, ആ ഓരോ കാര്യങ്ങളാണ്, ഏതൊക്കെ പ്രോബ്ലംസ് പഠിക്കണം, AFSകാരും കമ്പ്യൂട്ടറൈസ്ഡ് അക്കൗണ്ടിങ്ങുകാരും എങ്ങനെ ശ്രദ്ധിക്കണം എന്നുള്ള വീഡിയോ ആണിത്. അതിന് മുന്നായിട്ട് മിസ് ഒരു കാര്യം പറയാൻ, നമ്മൾ 50 ഡേയ്സിൻ്റെ ക്രാഷ് കോഴ്സ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. ഒരുപാട് സ്റ്റുഡൻസ് നമ്മളിൽ അറ്റൻഡ് ആയിട്ടുണ്ട്, കുറേ പേര് എൻക്വയറി ചെയ്യുന്നുണ്ട്. ഇപ്പം തുടക്കത്തിൽ നിങ്ങൾ അറ്റൻഡ് ആയി വന്നു കഴിഞ്ഞാൽ ക്ലാസ്സിൽ തുടങ്ങിയാൽ നിങ്ങളുടെ ടൈം അത്രയും വേസ്റ്റ് ആവില്ല. നമ്മൾ ഡെയിലി ഒരു അവർ ഒരു സബ്ജക്റ്റിന് കൊടുക്കുന്നുണ്ട്. അക്കൗണ്ടൻസി, എക്കണോമിക്സ്, ബിസിനസ്, ഇംഗ്ലീഷ്, മാത്സ്, ഈ 5 വിഷയങ്ങളാണ് നമ്മൾ കൊടുക്കുന്നത്. അതിൽ വർക്കിംഗ് ഡേയ്സിൽ നമുക്ക് 2 സബ്ജക്റ്റുകൾ മോർണിംഗ് സെക്ഷനിലും ഈവനിങ്ങിലും വരുന്നുണ്ട്. അപ്പോൾ മോർണിംഗിൽ നമ്മൾ എക്കണോമിക്സും ഈവനിങ്ങിൽ അക്കൗണ്ടൻസി ആണ് നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നത്. ഈ 2 സബ്ജക്റ്റിൽ നിങ്ങൾ ലൈവ് ക്ലാസ്സസ് അറ്റൻഡ് ചെയ്ത് കഴിഞ്ഞാൽ ആ 1 മണിക്കൂറെങ്കിലും നിങ്ങൾ നല്ല രീതിയിൽ ഒന്ന് ശ്രദ്ധിച്ചിരിക്കുക, പഠിക്കുക, എന്തെങ്കിലും ചെയ്യാൻ നിങ്ങൾക്ക് തന്നെ ഹെൽപ്ഫുൾ ആണ്. അതല്ലാത്ത സ്റ്റുഡൻസ് എന്ത് ചെയ്യുക, അപ്പോൾ ക്രാഷ് ബാച്ചിന് ചേരാൻ താല്പര്യമില്ലെങ്കിൽ നിങ്ങളുടേതായ രീതിയിൽ പഠിക്കാം. അപ്പോൾ ഡെയിലി 1 മണിക്കൂറെങ്കിലും നിങ്ങൾ പഠിക്കണം എന്നുള്ളൊരു അഭ്യർത്ഥനയാണ് ശരിക്കും പറഞ്ഞാൽ. കാരണം നമ്മുടെ എക്സാം എല്ലാം അടുത്ത് കഴിഞ്ഞു, മോഡൽ എക്സാമിന് വേണ്ട വിധത്തിലുള്ള ഇമ്പോർട്ടൻസ് കൊടുക്കുക കേട്ടോ. ഓക്കെ, അപ്പോൾ അതിൽ മിസ്സിൻ്റെ 50 ഡേയ്സ് ക്രാഷ് കോഴ്സിൽ ചേരാൻ താല്പര്യമുണ്ട്, നമ്മുടെ യൂട്യൂബ് ക്ലാസ് കണ്ട് മനസ്സിലാവുന്നുണ്ട്, ഓക്കെ ആണെങ്കിൽ മിസ് കോൺടാക്ട് ഡീറ്റെയിൽസിൽ ഫോൺ നമ്പർ കൊടുക്കുന്നുണ്ട്. സോ കോൺടാക്ട് ചെയ്യുക, വാട്സപ്പ് മെസ്സേജ് അയച്ചാൽ ഡീറ്റെയിൽസ് സെൻഡ് ചെയ്ത് തരും. കഴിഞ്ഞ ക്ലാസ്സിൻ്റെ റെക്കോർഡ് ക്ലാസ് നിങ്ങൾക്ക് വിട്ടു തരും. പെർ സബ്ജക്റ്റ് 500 rupees ആണ് കേട്ടോ. ഓക്കെ ഡിയർ സ്റ്റുഡൻറ്റ്, അപ്പോൾ നമുക്ക് ക്ലാസ്സിലേക്ക് കടക്കാം. അക്കൗണ്ടൻസിയിൽ നമ്മൾ +2 അക്കൗണ്ടൻസിയിലെ ബോത്ത് AFS ആൻഡ് CA സ്റ്റുഡൻസ് 4 ചാപ്റ്റേഴ്സ് നിർബന്ധമായും പഠിക്കണം. ഏതാണ് 4 ചാപ്റ്റേഴ്സ്? പാർട്ട്ണർഷിപ്പിന്റെ ബേസിക് കൺസെപ്റ്റ്, അഡ്മിഷൻ, റിട്ടയർമെന്റ് ഓർഡർ, ഡെസൊല്യൂഷൻ ഓഫ് എ പാർട്ട്ണർഷിപ്പ് ഫേം. ഇതാണ് ആ 4 പാഠം. ഇതിലെ AFS എന്നോ കമ്പ്യൂട്ടറൈസ്ഡ് അക്കൗണ്ടിങ്ങോ ഒരു വ്യത്യാസവുമില്ല. 4 പാഠവും 2 കുട്ടികളും, അതായത് +2 അക്കൗണ്ടൻസി ആരൊക്കെ എഴുതുന്നുണ്ട് അവരൊക്കെ ഈ 4 പാഠം പഠിച്ചിരിക്കണം. ആ 4 പാഠത്തിന്റെ വെയിറ്റേജ് ആണ് മിസ് സൈഡിൽ കൊടുത്തിരിക്കുന്നത്. കണ്ടോ, ഈ വെയിറ്റേജ് ഒന്നും കൂടി നല്ല രീതിയിൽ വരിക മോഡൽ എക്സാം കഴിഞ്ഞാലും മോഡൽ എക്സാം അടുക്കുമ്പോഴാണ്. ഇതാണ് നമുക്കിപ്പോൾ കറന്റിലുള്ള വെയിറ്റേജസ്. ബേസിക് കൺസെപ്റ്റ് 11 മാർക്ക്, അഡ്മിഷൻ 16, റിട്ടയർമെന്റ് 12, റിസൊല്യൂഷൻ 13. നിങ്ങൾ നോക്കിയേ, ഇതിൽ ഏത് ചാപ്റ്റർ ആണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് എന്ന് ചോദിച്ചാൽ നിങ്ങൾ എന്താ പറയുക? സെക്കൻഡ് ചാപ്റ്റർ. അങ്ങനെയല്ല, 4 ചാപ്റ്റേഴ്സും വളരെയധികം ഇമ്പോർട്ടൻ്റ് ആണ്. കാരണം ഈ 4 ചാപ്റ്ററിൽ നിന്ന് വേണം, ഇപ്പോൾ കമ്പ്യൂട്ടറൈസ്ഡ് അക്കൗണ്ടിങ് സ്റ്റുഡൻസിന് 60 മാർക്കിൻ്റെ പേപ്പർ ആയിരിക്കും, AFSകാർക്ക് 80 മാർക്കിൻ്റെ ആയിരിക്കും. ഇതിൽ 40 മാർക്കോളം 2 പേർക്കും ഇടുന്നത് ഈ 4 ചാപ്റ്ററിൽ നിന്നാണ്. സോ ഈ 4 ചാപ്റ്ററും നല്ല രീതിയിൽ പഠിക്കുക. ഇതിൽ തിയറി ക്വസ്റ്റ്യൻസ് ഉണ്ടാവും, പ്രാക്ടിക്കൽസ് ഉണ്ടാവും. നമ്മുടെ ബാച്ചിലെ ഇപ്പോഴത്തെ അഡ്മിഷൻ്റെ ചാപ്റ്ററിൻ്റെ പ്രോബ്ലംസ് ആണ് പഠിക്കുന്നത്. ചാപ്റ്റർ വൈസ് ആയിട്ടാണ് ആദ്യം ക്ലാസ് എടുക്കുന്നത്. പിന്നീട് നമ്മൾ എന്ത് ചെയ്യും? റിവിഷൻസും പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പറും റെക്കോർഡഡ് ക്ലാസ്സും എല്ലാം ഉണ്ടാവും കേട്ടോ. ഓക്കെ, അപ്പോൾ ഈ 4 ചാപ്റ്റർ വെയിറ്റേജ് കിട്ടുമെന്ന് വിചാരിക്കുന്നു. ഈ 4 ചാപ്റ്ററുകളിലായിട്ട് നിങ്ങൾ പഠിക്കേണ്ട പ്രോബ്ലംസ്, നമുക്ക് ക്വസ്റ്റ്യൻ പേപ്പറിൽ കണ്ട പ്രോബ്ലംസ് ആണ് ഇതൊക്കെ. ഈ പ്രോബ്ലംസ് ആണ് നിങ്ങൾ മെയിനായിട്ട് ഒരു ക്വസ്റ്റ്യൻ പേപ്പർ വെച്ചിട്ട് ഒരു ഒരു ഫൈനൽ എക്സാമിന് വേണ്ടി നിങ്ങൾ വെച്ച് പഠിക്കേണ്ടത്. ഒരു പ്രോഫിറ്റ് ആൻഡ് ലോസ് അപ്രോപ്രിയേഷൻ അക്കൗണ്ട് പ്രിപ്പയർ ചെയ്യാൻ അറിയണം, 5 മാർക്ക്. പാർട്ട്നേഴ്സിന്റെ ക്യാപിറ്റൽ അക്കൗണ്ട് പ്രിപ്പയർ ചെയ്യാൻ അറിയണം, 4 മാർക്ക്. ഇൻട്രസ്റ്റ് ഓൺ ഡ്രോയിങ്സ് 2 മെത്തേഡിൽ നമുക്ക് കാണാൻ പറ്റണം. 2 മെത്തേഡ് എന്ന് പറയുമ്പോൾ ആവറേജ് പീരീഡ് മെത്തേഡും ഉണ്ട്, പ്രോഡക്റ്റ് മെത്തേഡ്. 3 മാർക്കിനും 2 മാർക്കിനും ചോദിക്കാറുണ്ട്. ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ കാണാനായിട്ട് പഠിക്കണം. ഗുഡ്വില്ലിന്റെ കാൽക്കുലേഷൻ 3 മാർക്കിനും 4 മാർക്കിനും ചോദിക്കാറുണ്ട്. റിവാലുവേഷൻ അക്കൗണ്ട് പ്രിപ്പയർ ചെയ്യാൻ 4 മാർക്കിന് അറിയണം. ദെൻ ജേണൽ എൻട്രീസ് 3 മാർക്കിൻ്റെ ഒക്കെ നമുക്ക് ചോദിക്കാറുണ്ട്. ഗുഡ്വില്, റിസർവുകളൊക്കെ എങ്ങനെ സാക്രിഫൈസിങ് റേഷ്യോയിൽ വീതിക്കാം. ദെൻ essay പ്രോബ്ലം ആയിട്ട് അഡ്മിഷൻ്റെ ചാപ്റ്ററിൽ നിന്ന് നമുക്ക് 3 അക്കൗണ്ടുകൾ വരയ്ക്കാനായിട്ട്, ഏതൊക്കെയാണെന്നറിയോ? റിവാലുവേഷൻ, പാർട്ട്നേഴ്സിൻ്റെ ക്യാപിറ്റൽ അക്കൗണ്ട് ആൻഡ് ബാലൻസ് ഷീറ്റ്. അത് നമുക്ക് 8 മാർക്കിൻ്റെ ഓർ ക്വസ്റ്റ്യൻ ആയിട്ട് നമ്മൾ റിയലൈസേഷൻ്റെ ഒപ്പം ചോദിക്കുന്ന ചോദ്യമാണ്. ഇതും നമുക്ക് 8 മാർക്കിൻ്റെ നിന്നാണ് പ്രതീക്ഷിക്കുക. ഇതിൽ നിന്ന് നിങ്ങൾക്ക് ഓർ ക്വസ്റ്റ്യൻ സെലക്ട് ചെയ്യാം. മിസ്സിൻ്റെ അഭിപ്രായത്തിൽ ഇത് അഡ്മിഷൻ ആണ് ഏറ്റവും സിമ്പിൾ. അഡ്മിഷൻ്റെ നമുക്ക് essay ക്വസ്റ്റ്യൻ നമ്മൾ പറഞ്ഞ സ്റ്റെപ്പിൽ പഠിച്ചാൽ നമുക്കത് ഓക്കെ ആവും. ദെൻ പാർട്ട്നേഴ്സിൻ്റെ ലോൺ അക്കൗണ്ട് പ്രിപ്പയർ ചെയ്യാൻ 4 മാർക്കിന് 3rd ചാപ്റ്ററിൽ നിന്ന് ചോദിക്കാറുണ്ട്. ഡിസൊല്യൂഷനിൽ essay പ്രോബ്ലം, അതായത് റിയലൈസേഷൻ അക്കൗണ്ട് മാത്രമാണെങ്കിൽ 5 മാർക്കിനും ഡിസൊല്യൂഷൻ്റെ പ്രോബ്ലം 8 മാർക്കിനും. ഇതാണ് നമുക്ക് ഓർ ക്വസ്റ്റ്യൻ ചോദിക്കാറ്. ഇത്രയും
പ്രോബ്ലംസ് നിങ്ങൾക്ക് ചെയ്യാൻ കഴിയുമോ? ഇപ്പോൾ 11 ചോദ്യങ്ങൾ മിസ് പറഞ്ഞു. ഈ 11 പ്രോബ്ലം നിങ്ങൾക്ക് ഓക്കെ ആണോ? ക്വസ്റ്റ്യൻ തന്നാൽ റെഡി ആകുമോ? നിങ്ങൾക്ക് ചെയ്യാൻ കിട്ടുമോ എങ്കിൽ നിങ്ങൾ ബെറ്റർ ആയി എന്ന് പറയാം. ഇനി അതല്ല എങ്കിൽ എന്ത് ചെയ്യുക? ഈ 11 പ്രോബ്ലം എത്രയും വേഗം പഠിക്കാനായിട്ട് ശ്രമിക്കാം. ദെൻ AFSകാർക്ക് ഇതിൻ്റെ കൂടെ 3 പ്രോബ്ലം കൂടി മിസ് ചെയ്തിട്ടുണ്ട്. ജേണൽ ഓഫ് ജോയിന്റ് സ്റ്റോക്ക് കമ്പനി ഫസ്റ്റ് ചാപ്റ്റർ ആണ്, 8 മാർക്കിൻ്റെ ചോദ്യം അല്ലെങ്കിൽ 5 മാർക്കിൻ്റെ ചോദ്യം. കമ്പാരറ്റീവ് സ്റ്റേറ്റ്മെന്റ് 5 മാർക്കിൻ്റെ ഒരു ചോദ്യമായിട്ട് വരാറുണ്ട്. റേഷ്യോസ് കാൽക്കുലേറ്റ് ചെയ്യുക 5 മാർക്കിൻ്റെ ചോദ്യം. ക്യാഷ് ഫ്ലോ സ്റ്റേറ്റ്മെന്റ് 5 മാർക്ക്. ഇവിടെ നിങ്ങൾ AFS കുട്ടികളും ഏറ്റവും കൂടുതൽ പഠിക്കേണ്ടത് തിയറി ക്വസ്റ്റ്യൻസ് ആണ്. എളുപ്പമുള്ള കുറേ തിയറി ക്വസ്റ്റ്യൻസ് പഠിച്ചാൽ തന്നെ നല്ല രീതിയിൽ മാർക്ക് സ്കോർ ചെയ്യാം. അതേപോലെ കമ്പ്യൂട്ടറൈസ്ഡ് അക്കൗണ്ടിങ് സ്റ്റുഡൻസ് എന്ത് ചെയ്യുക? സ്പ്രെഡ്ഷീറ്റ്, ലിബറൽ ഓഫീസ് കാൽക്ക് ആ പാഠമൊക്കെ നല്ല പോലെ പഠിക്കാം. നമ്മളിങ്ങനെ AFSകാർക്കും കമ്പ്യൂട്ടറൈസ്ഡ് അക്കൗണ്ടിങ്ങുകാർക്കും കൂടി വെയിറ്റേജ് ആയിട്ട് വേറൊരു വീഡിയോ ഇടും. ഇപ്പം നിങ്ങളോട് ഈ 11 പ്രോബ്ലംസ് പഠിക്കുക എന്നുള്ളതാണ് നിങ്ങളുടെ ഏറ്റവും വലിയൊരു ചലഞ്ച് എന്ന് പറയുന്നത്. ഇത് പഠിച്ചു കഴിഞ്ഞാൽ മോഡൽ എക്സാം പോലും നമുക്ക് സിമ്പിളാണ്. മിസ് ഈ ക്വസ്റ്റ്യൻസ് എല്ലാം എടുത്തിരിക്കുന്നത് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പർ നോക്കിയിട്ടാണ്. സോ എല്ലാവരും എത്രയും വേഗം അക്കൗണ്ടൻസി പ്രോബ്ലംസ് പഠിച്ചൊന്ന് സെറ്റ് ചെയ്ത് വെക്കുക. ഈ പ്രോബ്ലംസ് പറഞ്ഞാൽ നിങ്ങൾ പകുതിയോളം അക്കൗണ്ടൻസി പഠിച്ചു കഴിഞ്ഞു +2ന്റെ. അപ്പോൾ ഇത് പിന്നീട് നിങ്ങൾക്ക് ക്വസ്റ്റ്യൻ പേപ്പറിലത്തെ ചോദ്യങ്ങൾ കിട്ടുമ്പോഴൊക്കെ ചെയ്യാൻ വളരെയധികം ഹെൽപ്ഫുൾ ആയിരിക്കും. അപ്പോൾ അക്കൗണ്ടൻസി ആദ്യം പ്രോബ്ലം പഠിക്കുക, ദെൻ തിയറി പഠിക്കുക. ഇതിന് വേണ്ടിയിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? ഓരോ ചാപ്റ്ററിൽ നിന്നും വെയിറ്റേജ് അറിഞ്ഞ് പഠിക്കുന്നത്. 4 പാഠത്തിലും അത്യാവശ്യം നല്ല വെയിറ്റേജ് ഉണ്ട്, നല്ല പ്രോബ്ലംസും കിടക്കുന്നുണ്ട് കേട്ടോ. ഓക്കെ, അപ്പോൾ അക്കൗണ്ടൻസി ഡൗട്ടുള്ള കുട്ടികൾ, സംശയമുള്ള കുട്ടികൾ, ഈ 11 പ്രോബ്ലം അറിയാത്ത സ്റ്റുഡൻസ് ഉണ്ട് എങ്കിൽ മിസ്സിൻ്റെ ക്ലാസ്സിൽ വേണമെങ്കിൽ ജോയിൻ ചെയ്യാം. നിങ്ങൾക്ക് ഓക്കെ ആണെങ്കിൽ ജോയിൻ ചെയ്യാം. ഡീറ്റെയിൽസ് കൊടുക്കുന്നുണ്ട്. പെർ സബ്ജക്റ്റ് 500 rupees ആണ്. നമ്മൾ ഇതിൻ്റെ ഓരോ പ്രോബ്ലംസ് ഇതാ ചെയ്ത് വരികയാണ്. സെക്കൻഡ് ചാപ്റ്റേഴ്സ് ഓവർ. നമ്മൾ SA പ്രോബ്ലം ഒക്കെ കഴിഞ്ഞു. പക്ഷെ നിങ്ങൾക്ക് അറ്റൻഡ് ചെയ്യാൻ പറ്റിയില്ല എങ്കിലും റിപ്പീറ്റഡ് ആയിട്ട് റെക്കോർഡ് ക്ലാസ്സസ് കാണാനും നിങ്ങൾക്ക് പിന്നീട് പഠിക്കാനും വളരെയധികം ഹെൽപ്ഫുൾ ആയിരിക്കും കേട്ടോ. ഓക്കെ ഡിയർ സ്റ്റുഡൻറ്റ്, അപ്പോൾ ഒക്കെ ആണെങ്കിൽ മിസ്സിനെ കോൺടാക്ട് ചെയ്യുക. ഡീറ്റെയിൽസ് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കുന്നുണ്ട്. എല്ലാവരും പഠിച്ചു തുടങ്ങാം. മോഡൽ എക്സാം എല്ലാം അടുത്ത് തുടങ്ങി കേട്ടോ. നമ്മളിനി വീഡിയോസൊക്കെ ഇടും, പ്രോബ്ലംസിൻ്റെ വീഡിയോസൊക്കെ ഇടും, തിയറി ക്വസ്റ്റ്യൻസ് ഒക്കെ ഇടും. അപ്പോൾ എല്ലാവരും വീഡിയോ ഹെൽപ്ഫുൾ ആയെങ്കിൽ ഫ്രണ്ട്സിനൊക്കെ നയിച്ചു കൊടുക്കുക. ദെൻ നമ്മുടെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, മാക്സിമം സപ്പോർട്ട് ചെയ്യുക. ഓക്കെ ഡിയർ സ്റ്റുഡൻറ്റ്, താങ്ക് യു സോ മച്ച്.